നമ്മുടെ ഇന്ത്യക്കോ അല്ലെങ്കിൽ കേരളത്തിനോ അത്ര പരിചിതമായ ഒരു യുദ്ധവിമാനമായിരുന്നില്ല F-35. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും F-35 എന്താണെന്നും അത് ആരുടെയാണ് എന്നും അത് എന്തിനു വന്നതാണെന്നും ഒക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. തിരുവനന്തപുരത്ത് 3 ആഴ്ചകൾക്ക് മുമ്പ് F-35 ബ്രിട്ടൻ്റെ ഒരു യുദ്ധവിമാനം പറന്നിറങ്ങി. ഇന്ധനം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിമാനം പറന്നിറങ്ങിയത്. ഇന്ധനം നിറച്ചതിന് ശേഷം ഉയർന്നു പറക്കാനുള്ള ഒരു ശ്രമമൊക്കെ നോക്കിയെങ്കിലും പക്ഷേ അതിൻ്റെ ഹൈഡ്രോളിക് തകരാറിലായി എന്ന് പറഞ്ഞ് വിമാനം കൊണ്ടുപോകാൻ പറ്റാതായി. പിന്നീട് അവരുടെ കപ്പലിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരും ഒരു ഹെലികോപ്റ്ററിൽ വന്നു. അവർ വന്നിട്ട് ഇതിൻ്റെ പരിശോധന നടത്തി. അവർക്ക് അത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ തിരിച്ചുപോയി. ബ്രിട്ടൻ്റെ തന്നെ മറ്റ് പല ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വെയിലും മഴയും കാറ്റും ഒക്കെ കൊണ്ടിട്ട് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ലോലുപനായിട്ട് അങ്ങനെ നമ്മൾ F-35 തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ബേ 4 കിടക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇന്നലെ ബ്രിട്ടൻ്റെയും അമേരിക്കൻ്റെയും ഉദ്യോഗസ്ഥന്മാർ, അതായത് F-35 ഉപയോഗിക്കുന്നത് ഈ 2 രാഷ്ട്രങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്. നാറ്റോ സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങൾക്കാണ് ഈ വിമാനങ്ങളുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഒമാനിലെ എയർബേസിൽ നിന്ന്, ബ്രിട്ടൻ്റെ എയർബേസിൽ നിന്ന് ഇവർ ഇന്നലെ ഒരു പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം അവർ ഈ F-35 പരിശോധിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവരങ്ങൾ വന്നത് നമുക്ക് ഒന്ന് വായിക്കാം. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉൾപ്പെടെ കേരളത്തിൽ ഈ F-35 വിമാനം ഇവിടെ നിർത്തിയിട്ടതിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടാകുന്നു. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ, ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ F-35 അതിൻ്റെ തകരാറ് പരിഹരിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേരളത്തിലെത്തിയത്. അപ്പോൾ ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച വന്ന ഘട്ടത്തിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മളുടെ വിമാനം ഉള്ളത് എന്നാണ്. അതിൻ്റെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഇല്ല നിലവിൽ. അതിൻ്റെ മറ്റ് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും തന്നെ ചോർന്നു പോവുകയില്ല. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ വിമാനം കേരളത്തിൻ്റെ വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് വളരെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു. രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ, പാർലമെൻറ്റിനകത്ത് ചോദിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിമാനം നാറ്റോ സഖ്യകക്ഷികൾ അല്ലാത്തവരുടെ കയ്യിൽ ഈ വിമാനങ്ങൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ അണ്ടറിൽ ഇങ്ങനെ ഒരു വിമാനം സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവങ്ങൾ ചോർത്താൻ സാധിക്കും എന്നൊരാശങ്ക അമേരിക്ക ബ്രിട്ടനെ അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ 2 രാഷ്ട്രങ്ങളുടെയും സംയുക്തമായിട്ട് ഈ വിമാനം നന്നാക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഒരുക്കാമെന്ന് ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സൈനിക അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനവുമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടീഷ് സൈന്യം വിസമ്മതിച്ചതാണ് ഇത്രയും നാളിത് വെയിലും മഴയും കൊണ്ട് അവിടെ കിടക്കാൻ കാരണം. കൂടാതെ പൈലറ്റ് വിമാനത്താവളത്തിലിരുന്ന് മുഴുവൻ സമയം യുദ്ധവിമാനത്തെ അന്ന് നിരീക്ഷിച്ചിരുന്നു. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു വിമാനമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ അടുത്ത് നിന്ന് പോലും പൈലറ്റ് മാറാൻ സമ്മതിച്ചിരുന്നില്ല. അമേരിക്കൻ നിർമ്മിതമായ 5ാം തലമുറ യുദ്ധവിമാനം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിനും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ ചോരുമെന്ന ആശങ്കയിലാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാത്തതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. വിമാനം നന്നാക്കാനായി അന്ന് തന്നെ യുദ്ധക്കപ്പലിൽ നിന്ന് കൂടുതൽ സൈനികർ എത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് ബ്രിട്ടനിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തി പരിശോധിച്ചെങ്കിലും സാങ്കേതിക തകരാർ പരിഹരിക്കാനായില്ല. ഇതിനിടെ F-35 പറന്നുയർന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തേക്ക് പോവുകയും ചെയ്യും. 2 ആഴ്ചയോളം F-35 തിരുവനന്തപുരത്ത് തുടർന്നതോടെ ബ്രിട്ടീഷ് പാർലമെന്റിലും ഇത് ചർച്ചയായി. F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലൂക്ക് പോളാർഡ് പാർലമെന്റിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് കൂടുതൽ വിദഗ്ധരെ ഇവിടെ എത്തിക്കാനും ഹാങ്ങറിലേക്ക് മാറ്റി തകരാർ പരിഹരിക്കാനുള്ള നടപടികളും തുടങ്ങിയത്. ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള ഇന്ത്യൻ അധികൃതരുടെ വാഗ്ദാനം സ്വീകരിക്കുന്നതായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പ്രതിനിധി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർ തന്നെയായിരിക്കും വിമാനം നന്നാക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഹാങ്ങറിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും അവർ തന്നെയായിരിക്കും വിമാനം നന്നാക്കുന്നത്. ഇന്ത്യയുടെ സഹായം അതിൽ ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. വിമാനത്തെ ഹാങ്ങറിലേക്ക് വലിച്ചു നീക്കാനായി എത്തിച്ച ഉപകരണം ഉൾപ്പെടെ തിരികെ കയറ്റിയ ശേഷമാണ് വിദഗ്ധരെത്തിയ എയർബസ് A400M അറ്റ്ലസ് ഇന്നലെ മടങ്ങിയത്.
ഒമാനിലെ എയർബേസിൽ നിന്നാണ് ഈ വിമാനം ഇവിടെ വന്നിരുന്നത്. സാങ്കേതിക വിദഗ്ധരെയും കൊണ്ട് അവർ ഈ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആ വിമാനം ഇന്നലെ തന്നെ തിരിച്ചുപോയി. സാങ്കേതിക തകരാറിനെ തുടർന്ന് 22 ദിവസമായി വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 യുദ്ധവിമാനം നന്നാക്കാനായി ബ്രിട്ടീഷ് അമേരിക്കൻ വിദഗ്ധ സംഘം എത്തിയത് 24 അംഗങ്ങളുമായിട്ടാണ്. ഒമാനിലെ ബ്രിട്ടീഷ് എയർവേസിൽ നിന്നാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയത്. സൈനിക ആവശ്യങ്ങൾക്കുള്ള ബ്രിട്ടീഷ് റോയൽ എൻഫോഴ്സിൻ്റെ ചരക്ക് വിമാനമായ എയർബസ് A400M അറ്റ്ലസ് വിമാനത്തിലാണ് ഇവർ വന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ വിദഗ്ധർ ഉൾപ്പെട്ട സംഘത്തിൽ F-35 നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ്റെ സാങ്കേതിക വിദഗ്ധരുമുണ്ട്. അതായത് ഈ വിമാനം നന്നാക്കാൻ ഇവിടെയുള്ള ടെക്നീഷ്യന്മാർക്ക്, അതായത് ബ്രിട്ടൻ്റെ കയ്യിലുള്ള ടെക്നീഷ്യന്മാർക്ക് സാധിക്കാത്ത വന്നതോടുകൂടി ഈ വിമാന നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ തന്നെ, ലോക്ഹീഡ് മാർട്ടിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ വിമാനം നന്നാക്കാൻ വേണ്ടി പോകുന്നത്. അവർ വിമാനത്താവളത്തിലെത്തി വിമാനം പരിശോധിച്ചു. തുടർന്ന് വിമാനത്താവളത്തോട് ചേർന്ന് വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിലേക്കാണ് ഇത് മാറ്റിയത്. ബ്രിട്ടീഷ് വിദഗ്ധർ എത്തിച്ച പ്രത്യേക ഉപകരണങ്ങൾ ഘടിപ്പിച്ചാണ് പ്രത്യേക വാഹനം സജ്ജമാക്കിയിട്ട് ഇത് വലിച്ചു കൊണ്ടുപോയിട്ടാണ് ഹാങ്ങറിലേക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഹാങ്ങറിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമായിരിക്കും അറ്റകുറ്റപ്പണികൾ നടത്തുക. ഇവിടെ തങ്ങിയിരുന്ന ബ്രിട്ടീഷ് സൈനികോദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഹാങ്ങർ സന്ദർശിച്ചിരുന്നു. സാങ്കേതിക വിദഗ്ധരിൽ 14 പേർ ഇവിടെ തങ്ങും. 10 പേര് തിരിച്ചുപോയി. വിദഗ്ധ സംഘം സ്വകാര്യ ഹോട്ടലിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത ദിവസം F-35 തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. നേരത്തെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറാണെന്ന സൂചനയാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഓക്സിലറി പവർ യൂണിറ്റിനും തകരാറുണ്ടെന്നാണ് പുതിയ വിവരം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ലോക്ഹീഡ് 130 ഹെർക്കുലിസ് വിമാനം എത്തിച്ച് F-35 അതിൽ കൊണ്ടുപോകും. സ്വാഭാവികമായിട്ടും ഇന്ത്യ ആദ്യഘട്ടം മുതലേ ഇവരോട് പറഞ്ഞതാണ്, ഇതിങ്ങനെ ഇവിടെ വെയിലും മഴയും കൊള്ളിക്കാൻ വെക്കണ്ട, നിങ്ങൾ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിക്കോളൂ, എയർ ഇന്ത്യയായിട്ട് ഞങ്ങൾ സംസാരിച്ച് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ സമ്മതിച്ചില്ല. അവസാനം അവരുടെ വിദഗ്ധ സംഘം 24 പേരടങ്ങുന്ന വിദഗ്ധ സംഘം എത്തി. ലോക്ഹീഡ് മാർട്ടിൻ, അതായത് വിമാന നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെത്തി. അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം ഹാങ്ങറിലോട്ട് മാറ്റി. ഇനി അതിൻ്റെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഈ ഓക്സിലറി പവർ യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ് എന്നും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് റെഡിയാക്കിയതിന് ശേഷം ഒന്നുകിൽ അത് പറത്തി കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റുന്ന വിമാനവുമായിട്ട് അവർ വരും. ഇതിൻ്റെ മറ്റൊരു രസകരമായൊരു കാര്യം, ഇത് കേരളത്തിൽ വന്നതിന് ശേഷം ആദ്യം ഒരു പരസ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കേരള ടൂറിസമാണ്. ആരും അങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചങ്ങനെ പെട്ടെന്ന് പോകാൻ തയ്യാറാവാറില്ല. സംശയമുണ്ടെങ്കിൽ F-35 ചോദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരസ്യം ബ്രിട്ടനിലെ ഒരു ഹോട്ടൽ വരെ മകനെ മടങ്ങി വരൂ, നിനക്ക് കേരളത്തിൻ്റെ രുചികരമായ ഭക്ഷണങ്ങൾ ഞങ്ങളിവിടെ തയ്യാറാക്കി തരുന്നില്ലേ, കേരളത്തിൻ്റെ തനതായ രുചി ഞങ്ങളിവിടെ തരുന്നില്ലേ, പിന്നെ എന്തിനാണ് നീ അവിടെ പോയി നിൽക്കുന്നത്, നീ മടങ്ങി വരൂ എന്ന് പറഞ്ഞിട്ട് അവരും കൊടുത്ത ഒരു പരസ്യം. കേരളത്തിൽ പലതരത്തിൽ നമ്മുടെ ചായക്കടയിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന ആ ലെവലിലേക്ക് വരെ, അതായത് ഈ F-35 വിമാനം ചായക്കടയിൽ ഇരുന്ന് പരിപ്പോടെയും ചായയും കുടിക്കുന്ന ആ ഫോട്ടോകൾ വരെ ട്രോള് പോലെയും അല്ലാതെയും ഒക്കെ വന്നു. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് വന്നൊരു പരസ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വയാഗ്രയുടെയാണ്. വയാഗ്രയുടെ പരസ്യത്തിൽ വരെ ഒരു F-35 യുദ്ധവിമാനത്തെ ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടനും അമേരിക്കയൊക്കെ അവരുടെ അതീവ സുരക്ഷയുള്ള ഒരു യുദ്ധവിമാനമായിട്ട് കണക്കാക്കുമ്പോഴാണ് നമ്മളിവിടെ അതിനെ ഒരു ട്രോൾ വസ്തുവായിട്ട് മാത്രം ചിത്രീകരിച്ച് കൊണ്ടുപോകുന്നത് എന്നതാണ് ഒരു വസ്തുത. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ വിലയുള്ള ഏകദേശം 1000 കോടിക്കടുത്ത് വിലയുള്ള ഒരു യുദ്ധവിമാനം ഇവിടെ ഒരു കളിപ്പാട്ടത്തെ പോലെ നമ്മളിവിടെ കൊണ്ടു നടക്കുന്നു, നമ്മളതിനെക്കുറിച്ച് ചിത്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം മറ്റുള്ളവർക്ക് വിലയില്ലാതെ തട്ടിക്കളിക്കുന്നു എന്നൊരു ചിന്തയായിരിക്കില്ലേ ഒരുപക്ഷെ അവർക്കുണ്ടാവും. എന്തായാലും ആ യുദ്ധവിമാനം അവർക്ക് നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ അവരതിൻ്റെ 2 ചിറകുകളും അഴിച്ച് അത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിമാനവുമായിട്ട് വരും. അടുത്ത ദിവസം തന്നെ അതിൽ കൊണ്ടുപോകും. എന്തായാലും കേരളത്തിൻ്റെ സന്ദർശനമൊക്കെ അവസാനിപ്പിച്ച് F-35 അധികം വൈകാതെ സ്വന്തം രാഷ്ട്രത്തിലേക്ക് മടങ്ങും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം.